അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 196 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്. ഹംസത്തുൽ വസ്ല് ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ വരുമ്പോൾ മാത്രമാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഹംസത്തുൽ വസ്ല് ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ വന്നു, അപ്പോൾ നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നു. ഹംസത്തുൽ വസ്ലിന് ശേഷം ലാമ് വന്നതുകൊണ്ട് ഹംസത്തുൽ വസ്ലിൻ്റെ ഹർക്കത്ത് ഫതഹ കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. ഹ നായി പോവരുത്, ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഷീൻ കൊൽക്കല ലെറ്ററിലാത്തതുകൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. അഷ്ഹുരിൻ നോതരുത്, അഷ്ഹുറുൻ. അഷ്ഹുറും മഅലൂമാത്. റോക്ക് വൊമ്മ തെൻവീന് വന്നിട്ടുണ്ട്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള മീം വന്നു. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ വൗമദ്ദു വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇവിടെ അവസാനത്തിൽ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്ക് അവിടെ അനുവദനീയമാണ്. വഖഫ് ചെയ്യുന്ന സമയത്ത് അവിടെ മദ് ആല് സുക്കൂനായിട്ട് മാറും. താക്ക് സുക്കൂന് കൊടുക്കുമ്പോൾ മദ് ആല് സുക്കൂനാവും. അപ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ താക്ക് സുക്കൂന് കൊടുക്കുമ്പോൾ എയർ പാസ് ചെയ്യണ സൗണ്ട് കൊടുത്തിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫമൻ ഫറദ, ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ഫ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിന് വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. ഫമൻ ഫറദ എന്നോതരുത്, ഫമൻ ഫറദ അതുപോലെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വാദ് ഇസ്തിഅലാഇൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്, നന്നായിട്ട് ഹെവിയാക്കി ഉച്ചരിക്കുക കേട്ടോ. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫീഹിന്നൽ ഹജ്ജ്, ഫ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിന് ശ്രദ്ധ, അക്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാനും ശ്രദ്ധിക്കുക. ഫലാ റഫസ, ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ ഫ ലൈറ്റാണ്, സ ലൈറ്റാണ്, രണ്ടും ലൈറ്റ് ലൈറ്റേഴ്സാണ്. ഫ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. സ പുറപ്പെടുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ്. നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ കുറച്ച് എയർ പാസ് ചെയ്യുന്ന സൗണ്ടും കൊടുക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. വലാ ഫുസൂഖ്, വാവുച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. ലാമിൻ്റെ കൂടെയുള്ള മദ്ദിനെ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. സീനിൻ്റെ കൂടെയുള്ള വാവുമദ്ദിനെ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുക്കുക കേട്ടോ. ഫുസൂഖ, ഖ ഹെവിയാക്കി കൊടുക്കുക. വലാ ജിദാല ഫിൽ ഹജ്ജ്, വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫ വന്നിട്ടുള്ള യാ മദ്ദിനെ നമ്മൾ കൂട്ടി എഴുതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്ന് വരുന്ന ഹ ആയി പോവരുത്. ഹ, ഹ 2 അക്ഷരങ്ങൾ തമ്മിലുള്ള സൗണ്ടിലെ വ്യത്യാസം നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ജീം കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വമാ തഫഅലൂ, വാവുച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. മീമിൻ്റെ കൂടെയുള്ള മദ്ദിനെ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ.
അയനിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ സൗണ്ടിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. മിൻ ഖൈരി യഅലം. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക. മിൻ, നൂനിൻ്റെ സൗണ്ടിന് വ്യക്തമായിട്ട് കേൾക്കണം. മിൻ ഖൈരി യഅലംഹു അല്ലാഹ്. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ഹ എന്നായി പോവരുത്. ഹ ഖൈരി യഅലംഹു അല്ലാഹ്. റോക്ക് കിസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. തെൻവീനിലുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിച്ചിട്ട് ഉന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഐൻ കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മീമിനും ഹാഫ് സുക്കൂന് കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിന് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് വമ്മയാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള കൈലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഓക്കെ. വതസവ്വദു. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. സായ് ഉച്ചരിക്കുമ്പോൾ അസ്, ഒരു തേനീച്ചയുടെ മുളൽ പോലെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. സീനിൻ്റെ സൗണ്ട് കൊടുക്കരുത്. വതസവ്വദു. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ദാലിൻ്റെ കൂടെയുള്ള വാവുമതിന് 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. പ്രാക്ടീസ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഫ ഇന്ന, നൂനിന് ശ്രദ്ധ, അക്ഷരമെല്ലാം നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഹ എന്നായി പോവരുത് സൗണ്ട്. ഹ നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക കേട്ടോ. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റാ എന്നായി പോവരുത്. സയുടെ സൗണ്ടിന് സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. അസ്, ഒരു തേനീച്ചയുടെ മുളൽ പോലെയുള്ള സൗണ്ട് കൊടുക്കുക. അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, കൊൽക്കല ലെറ്ററും കൂടിയാണ്. അപ്പോൾ ഉയർത്തി ഉച്ചരിക്കുന്നതോടൊപ്പം തന്നെ കൊൽക്കല ലെറ്റേഴ്സ് ആകുമ്പോൾ ഫുൾ സുക്കൂനിൻ്റെ സൗണ്ടിനും കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഖൈറസ്സാദി തഖ്വാ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടിയിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വത്തഖൂനി. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഖാഫിൻ്റെ കൂടെയുള്ള വാവ് മദ്ദിന് 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ഇവിടെ മദ്ദശ്ശരവും ഹംസയും ഒരേ വേർഡിലാണ് വന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും. പക്ഷേ ഇവിടെ യാ എന്നുള്ളത് ഒരു വേർഡും ഉലി എന്നുള്ളത് മറ്റൊരു വേർഡുമാണ് കേട്ടോ. യാ എന്നുള്ളത് വിളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന യാ ഉനിദ ആണ്. യാ അയ്യുഹൽ മുഅ്മിനീൻ എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, അതുപോലെ യാ ഉലിൽ അൽബാബ് അവിടെ. അപ്പോൾ ഇവിടെ വരുന്ന മദ്ദിൻ്റെ ലെങ്ത്ത് 2 or 4 കൗണ്ട് നീട്ടിയിട്ടാണ് പാരായണം ചെയ്യേണ്ടത് കേട്ടോ. മദ് ജായിസ് മുൻഫസിലാണ്. അപ്പോൾ 2 or 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യാം. പിന്നെ ഇവിടെ ഹംസയ്ക്ക് ശേഷം വരുന്ന ഈ ഒരു വാവ് ഉണ്ടല്ലോ, ഇത് റസ്മിൽ മാത്രം കാണുന്ന ഹർഫാണ് കേട്ടോ. ഹർഫ് സായിദയാണ്, ഒഴിവാക്കിയിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെയുള്ള മദ്ദിനെ കൂട്ടിയൊതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നു, അതുകൊണ്ട് മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ലാം കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ബ കൂടെ അലിഫ് സൊയറ വന്നിട്ടുണ്ട്. ഇനി നമ്മളവിടെ അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ മദ് ആഡ് സുക്കൂനായിട്ട് മാറും അല്ലേ. മദ് ആഡ് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 or 4 or 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യുക. ബ കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.